വില്യാപ്പള്ളിയിൽ നിർമ്മാണത്തിലുള്ള കലുങ്കിൽ വീണ് കാൽനടയാത്രക്കാരൻ മരിച്ച സംഭവം മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതുവരെ പ്രവൃത്തി നിർമ്മാണം നിർത്തിവെക്കണമെന്ന് മുസ്ലിം ലീഗ് വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വടകര ചേലക്കാട് റോഡ് പണി നടക്കുന്ന അമരാവതിയിൽ കലുങ്കിൽ വീണ് കാൽനടയാത്രക്കാരനായ പ്രദേശവാസി കൂടിയായ ഏലത്ത് മൂസയാണ് ദാരുണമായി മരണപ്പെട്ടത്. അമരാവതിയിലെ ജയകേരള കലാവേദിക്ക് സമീപം പ്രവൃത്തി നടക്കുന്ന ഓവുപാലത്തിൽ വീണ നിലയിൽ രാത്രി 11:30 കാണപ്പെടുകയായിരുന്നു. വൈകിട്ട് 6 മണിക്ക് വീട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയായിരുന്നു ഇയാൾ. കലുങ്കി നിർമ്മാണത്തിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് പ്രവൃത്തി നടക്കുന്നത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും യാത്ര ചെയ്യുന്ന ഈ പ്രദേശത്ത് തെരുവ് വിളക്കുകളുടെ അഭാവം കാരണവും റോഡിലെ മരണക്കുഴി കാരണവും അപകടം പതിവാണ്. ഇതിനെ സംബന്ധിച്ച് പ്രദേശത്ത് നിന്നും നിരവധി പരാതികൾ ഉയർന്നെങ്കിലും ഒരു നടപടിയും ബന്ധപ്പെട്ടവർ എടുത്തിരുന്നില്ല. മതിയായ സുരക്ഷാ മാർഗങ്ങൾ ഇല്ലാത്തത് ഇത്തരം അപകടത്തിന് സാധ്യത വർദ്ധിപ്പിച്ചെന്നും മുസ്ലിം ലീഗ് വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വടകര നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വില്യാപ്പള്ളി ചേലക്കാട് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വില്യാപ്പള്ളി പ്രദേശങ്ങളിൽ എടുത്ത ഒരു കുഴിയിൽ വീണ് ഒരു പാവപ്പെട്ട ഒരു മധ്യവയസ്കൻ വളരെ ദയനീയമായി മരണപ്പെട്ടിരിക്കുകയാണ്. തീർത്തും നിരുത്തരവാദപരമായ രീതിയിൽ ഒരു നിലക്ക് ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഒരു ക്രമീകരണങ്ങളും ഇല്ലാതെ നമ്മുടെ ഈ പ്രദേശത്ത് തീർത്തും ഈ കലുങ്ക് നിർമ്മാണം നടക്കുകയാണ്. വളരെ ശ്രദ്ധയില്ലാത്ത തരത്തിൽ ദിവസവും ആയിരക്കണക്കിന് കുട്ടികൾ നടന്നു പോകുന്ന ഒരുപാട് ജനങ്ങളും ഒക്കെ കടന്നു പോകുന്ന ഒരു റോഡ് എന്നുള്ള നിലക്ക് തീർച്ചയായും ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതിനു ശേഷം മാത്രമേ ഇതിന്റെ പണിയൊക്കെ നടത്താൻ പാടുള്ളൂ എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. നിരവധി തവണ ഈ അപകട സാധ്യതകളെ സംബന്ധിച്ച് സൂചനയും പരാതിയും ഒക്കെ ഉത്തരവാദപ്പെട്ട ആളുകളുണ്ടായിട്ടുണ്ട്. മതിയായ സുരക്ഷാ ക്രമീകരണം നടത്താതെ ഈ പ്രവൃത്തി മുന്നോട്ട് പോയതിന്റെ പരിണിത ഫലമാണ് ഇത്തരം ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം നിരുത്തരവാദപരമായ സമീപനങ്ങൾ ആ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മരിച്ച അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാകുന്ന ആവശ്യമായ ഇടപെടൽ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയും തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനം മതിയായ സുരക്ഷാ ക്രമീകരണം നടത്തി മാത്രമേ നടത്താവൂ എന്ന് ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അവിടെ സുരക്ഷയ്ക്ക് വെച്ചിരുന്നത് 4 റമ്മുകളാണ് പ്ലാസ്റ്റിക്. സ്വാഭാവികമായിട്ടും കാൽനടക്ക് ഉള്ള ഒരു സ്ഥലം അവിടെ ഇല്ല. 4000 കുട്ടികൾ പഠിക്കുന്ന MJ സ്കൂളിലെ കുട്ടികൾ പോകുന്ന ഒരു ദിവസവും പോയിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ഈ സ്വാഭാവികമായിട്ടും അയാൾ അതിലെ നടക്കുമ്പോൾ ഏതെങ്കിലും വണ്ടി വന്ന് റമ്മ് പിടിച്ചപ്പോൾ റമ്മോടുകൂടി തല അടിച്ച് മരണപ്പെടുകയാണ് ചെയ്തത്. ആ രീതിയിൽ ഒരു സുരക്ഷയുമില്ലാതെയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. അത് സ്വാഭാവികമായിട്ടും കൃത്യമായ അന്വേഷണമാണ്. CCTV ഫുട്ടേജൊക്കെ പരിശോധിച്ചുകൊണ്ട് മരണകാരണം പോലീസും കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് ജനങ്ങൾക്ക് അറിയേണ്ടത് എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത്. അത് നടന്നു പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കുന്നതാണ്. അതിന്റെ അടുത്തൊക്കെ ഹോട്ടലുകളൊക്കെ CCTV അപ്പുറത്ത്. ആ സ്ഥലത്തിന്റെ തൊട്ട് 50 മീറ്റർ ഉള്ളിൽ CCTV ഉണ്ട്. അത് പരിശോധിച്ച് അതിന്റെ മരണകാരണം വ്യക്തമാക്കണം. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോവുകയാണ്. യൂത്ത് ലീഗിന്റെ ഒരു പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. ഇതോട് അനുബന്ധിച്ച് മാത്രമല്ല അവിടെ ഒരു ഡിവൈഎഫ്ഐയുടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പ് MJ സ്കൂളിന്റെ താഴെയാണ്. ആ ബസ് സ്റ്റോപ്പിനെ റോഡുമേലാക്കിയിട്ടാണ് ഇപ്പോൾ വികസനം നടക്കുന്നത്. പാവപ്പെട്ടവന്റെ കടകളൊക്കെ മുറിച്ച് റോഡിന് വികസനത്തിന് കൊടുക്കുമ്പോൾ ബസ് സ്റ്റോപ്പ് ഈ രീതിയിൽ പണിയാണെങ്കിൽ ഇനിയും ഒരുപാട് അപകടങ്ങൾ വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാക്കുക. അതുകൂടി നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്ന രീതിയിൽ നിങ്ങൾ അതിന്റെ നിർമ്മാണം പരിശോധിക്കണം. മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തി തുടർ പ്രവൃത്തി നടത്തണമെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഇലിയാസ് PT, നവാസ് കോറോത്ത്, യൂനുസ് രാമത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.